പാപ്പച്ചനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു കോളേജ് ലെക്ചറായ എന്നെ ആർക്കും വീഴിക്കാൻ പറ്റിയില്ല. ഒരു കുട്ടിയുടെ അഡ്മിഷൻ എന്നും പറഞ്ഞു വന്ന് പാപ്പച്ചൻ എന്നെ കീഴടക്കിയില്ലേ? ഇന്ന് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞ നാളെ ഞാൻ എന്റെ ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ചിട്ട് പാപ്പച്ചനെ വിവാഹം കഴിക്കും. നീയോ? കൊള്ളാം. ഭർത്താവും മക്കളുള്ള നീയുണ്ടല്ലോ, എന്നെ കെട്ടാനും നടക്കണ്ട, കേട്ടി ആരുടെ പുറകെ പോവുകയും വേണ്ട. കേട്ടോടി അവളുടെ ഒരു ശൃംഗാരം. ജയശ്രീക്ക് വായനയൊക്കെ ഉണ്ടോ? ഇത്തിരി വായനയൊക്കെ ഉണ്ട്. വായിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് അമ്മാവനോട് ചോദിച്ചപ്പോ MD-യുടെ നാലുകെട്ടും ശന്തുമേനന്റെ ഇന്ത്യയിലേക്കാ തന്നത്. അമ്മാവന് വായനയും കുറച്ച് ഗ്രന്ഥശേഖരണവും ഉണ്ട്. ആശാൻ അല്പം ശ്ലോക എഴുത്തും കൂടി ഉണ്ട്. അമ്മാവന് കവിത എഴുത്തുണ്ടോ? പിന്നെ ഉറപ്പായിട്ടുണ്ട്. വല്ലതും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എവിടെന്ന്? അങ്ങനെ ഡയറിയിൽ ചുമ്മാ എഴുതിക്കൂട്ടും, അത്ര തന്നെ. ബാക്കി കഥകളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. എന്താ? എന്താ വിഷ്ണുവേട്ടാ? ശരീരം തളരുന്ന പോലെ. ഞാൻ ഇനി എന്ത് ചെയ്യും? അവളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ഭയം തോന്നുന്നു. എന്തോ നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം കൈവിട്ടതുപോലെ. എടാ, നീ ഇങ്ങനെ നിരാശനായാലോ? പറഞ്ഞത് നോക്കിയാ പരിഹാരമുണ്ട്. നേരോ? എടാ, വയാഗ്ര പോലുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആയുർവേദം കഴിച്ചാലോ? അതാവുമ്പോ സൈഡ് എഫക്റ്റ് ഇല്ലല്ലോ. അതിന് പറ്റിയൊരു വൈദ്യനുണ്ട്, ഒന്ന് ട്രൈ ചെയ്തല്ലോ. അയാൾ എവിടെയുണ്ട്? അത് കോട്ടയത്തിനടുത്ത് ചൂട്ടുവേലി എന്നൊരു ഗ്രാമത്തിൽ. ചൂട്ടുവേലിയോ? എടാ, അവിടെയാണ് പഴയ സിനിമാ നടൻ ജോസ് പ്രകാശ് ജനിച്ചു വളർന്നത്. ആ വൈദ്യന്റെ പേര് PS ശാന്താമണി. ഈ കാര്യത്തിലൊക്കെ പുള്ളി ബെസ്റ്റാ. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. എന്നാ പോ. അരി 2 കിലോ, മുളക് പൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 150, ഉപ്പ് 1 പാക്കറ്റ്, ചിക്കൻ 2 കിലോ. അയ്യോ വൈദ്യരെ, ഇത് മരുന്നിന്റെ കുറിപ്പല്ലത്. അതെനിക്കറിയാന്നേ. ഇത് പിടിച്ചേ നീ. എടാ കൊച്ചേ, നാരായണന്റെ കടയിൽ നിന്ന് ഇന്ന് വൈകുന്നേരം മേടിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റാടാ അത്. ഓ, അതിന് കാശ് തന്നില്ലല്ലോ. ആ എടാ കൊച്ചേ,
നാരായണന് മൂലക്കുരുവിന്റെ അസുഖമുണ്ട്. കഷായോ ലേഹ്യമൊക്കെ കൊടുത്ത് ഞാൻ ആ കാശ് വസൂലാക്കിക്കാം. നിനക്ക് വല്ല വിരോധമുണ്ടോ? എനിക്ക് ഒരു വിരോധവും ഇല്ല. ഓ, നാരായണന്റെ ഒരു ഗതികേട്. എന്താ നീ പറഞ്ഞേ? അതല്ല, ഈ ശത്രുക്കൾക്ക് പോലും മൂലക്കൊരു വരല്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. നിനക്ക് വരാണ്ട് നോക്കിക്കോ. എന്ത് പറ്റി? കുട്ടി ഓറഞ്ച് തിന്നുകയായിരുന്നു. അല്ലി മണത്തപ്പോ ഒരു കുരു മൂക്കിപ്പോയി. ഓ, ഒന്നാണോ അതിൽ കൂടുതലുണ്ടോ? അതറിയത്തില്ല. മോനെ, മേൽപോട്ട് വലിക്കൂ. മേപ്പോട്ട് മേപ്പോട്ട് അങ്ങനെ തന്നെ കീഴ്പോട്ട് വലിക്കൂ. കീപ്പോട്ട് വലിക്കൂ. അങ്ങനെ പല പ്രാവശ്യം ചെയ്യും. മേപ്പോട്ട് കീപ്പോട്ട് ആ, മേപ്പോട്ട് കീപ്പോട്ട് മേപ്പോട്ട് കീപ്പോട്ട് മേപ്പോട്ട് കീപ്പോട്ട്. നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. അയ്യോ, ഒരു മേപ്പോട്ട് കയറിപ്പോയി നെറുകയിലേക്ക്. ഇനി ഒന്നും പേടിക്കാനില്ല. നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. സമയം കളയണ്ട, സമയം കളയണ്ട. നമസ്കാരം. ഇരിക്കും. വതിരെ, എന്റെ മുഖം മുഴുവൻ കാരയാ. ഇത് മാറാൻ ഒരു മരുന്നതാ. എന്താ നിനക്ക് ഇത്ര സുന്ദരക്കുട്ടപ്പനാവാനുള്ള താല്പര്യം? എനിക്കൊരു പ്രേമുണ്ട്. കാര കാരണം അവളെ അടുക്കുന്നില്ല. ഓ, മോനൊരു കാര്യം ചെയ്യ്. ദേ, ഈ കൈയും കൂടെ പറ്റിയതോടെ പിടിച്ച്. ആ, ഇത് കൊണ്ടുപോയി അവളെ വിചാരിച്ച് മുഖത്ത് വരട്ടുക. നിന്റെ കാര്യം പോവും, അവളെ നിനക്ക് സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്യും. എന്താ പോരെ? കാശ് നോക്കുന്നില്ല വൈദ്യരെ. എന്നാ ശരി മോനെ. കാര പോയില്ലേലും അവള് പോകുന്നുള്ള ഉറപ്പാ. ആര് പോയാലും നിനക്കെന്താടാ? അതെ, ഞാൻ വിളിച്ചു പറഞ്ഞ ആള് വന്നിട്ടുണ്ട്. വിളിക്ക്, വേഗം വിളിക്ക്. ഇരിക്കും. ഇത് നമുക്ക് ശരിയാക്കി എടുക്കാം. 12 മാസം കഴിക്കാനുള്ള മരുന്ന് ഞാൻ തരാം. ആഹാരത്തിന് ശേഷം 3 നേരം. ഇനിയുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിച്ചാലേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. അതെ അതെ. ഇനിയുള്ള 12 മാസം നിങ്ങളുടെ ഭാര്യയായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. എന്ന് വെച്ചാൽ പരസ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാമെന്നല്ല, ആരുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. പിന്നെ ലഹരി ഉപയോഗം വേണ്ടാന്ന് വെക്കണം. ഇതിനെല്ലാം റെഡി ആണെങ്കിൽ നാളെ മുതൽ ഞാൻ മരുന്ന് തരാം. ആ ശരി. ശരി, ഓക്കെ. ശരി, വൈദ്യരെ. ശരി വൈദ്യരെ. ശരി. എന്തേടാ? എന്തേ? ഞണ്ണണ്ടേ? എടാ ഞണ്ണുണ്ട്. എടാ കൊച്ചേ, നീ അകത്ത് പോയിട്ട് ആ വിപ്ലവാശി എടുത്തോണ്ട് വാ. നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ വൈദ്യര് പറഞ്ഞ കാര്യം ചേട്ടനെ ഉൾക്കൊള്ളണം. ചേട്ടന് സങ്കടമാണെന്ന് എനിക്കറിയാം. നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? എങ്കിൽ നാളെ തന്നെ ഞാൻ ബോംബെക്ക് പോകുന്നു. 3 മാസത്തിലൊരിക്കൽ വരാം. കരയാതെ ജയശ്രീ. നാളെ കാണാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരെന്താന്നാ പറഞ്ഞേ? ജയശ്രീ തമ്പുരാട്ടി, നിലമ്പൂർ തിരുവല്ലം കോവിലകം. ഒരു മുജ്ജന്മ ബന്ധം കാണുന്നു. മുജ്ജന്മ ബന്ധം? ആ, മുജ്ജന്മ ബന്ധം. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കൂടുമാറ്റം എന്ന് പറയും. കണക്കിൽ അത്രയ്ക്കൊരു സൂചന കാണുന്നു. അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതിന് ദോഷം വല്ലതും? ദോഷമുണ്ട്, അതിന് പ്രതിവിധിയുമുണ്ട്. വിഷ്ണുവിന്റെയും ഭദ്രന്റെയും പേരിൽ ഒരു ഹോമം നടത്തണം. ദോഷങ്ങളെല്ലാം മാറും. എങ്കിലും സൂക്ഷിക്കണം. ബേസിക്കലി ഞങ്ങൾ ആലപ്പുഴക്കാരാ. ജെസ്സിയുടെ മമ്മ നേരത്തെ പോയി. ഇവളുടെ 5ാമത്തെ വയസ്സിൽ. വിഷ്ണുവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? 1990 ഓഗസ്റ്റ് 5. ജയശ്രീയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1993 ഡിസംബർ 23 5 PM. 5 PM. എൻ്റെ ജെസ്സി മരിച്ച അതേ ദിവസം, അതേ സമയം. ഇവൾ എൻ്റെ ജെസ്സിയാണോ?
മിസ്റ്റർ ഭദ്രൻ, താങ്ക് യു. ദാ പെണ്ണിനൊന്ന് കണ്ടോളൂ.